മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 2 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: 6 ദിവസങ്ങൾ കഴിഞ്ഞ് യേശു പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഈ 3 പേരെ മാത്രം വിളിച്ചുകൊണ്ട് ഉയർന്ന ഒരു മലയിലേക്ക് പോയി. അവിടെ വെച്ച് അവൻ രൂപാന്തരപ്പെട്ടു. ഭൂമിയിലെ ഏതൊരു അലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയാത്ത വിധം വെണ്മയും തിളക്കവും ഉള്ളതായിരുന്നു അവൻ്റെ വസ്ത്രങ്ങൾ. ഏലിയായും മോശയും അവിടെ പ്രത്യക്ഷപ്പെട്ടു യേശുവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു, ഗുരു, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് ഏലിയായ്ക്ക്, ഒന്ന് മോശയ്ക്ക്. അവൻ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അവർ അത്രയ്ക്കും ഭയപ്പെട്ടിരുന്നു. അപ്പോൾ ഈ ഒരു വചനം ധ്യാനിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു, 3 പേരെ മാത്രം, അതായത് 3 പേരെ ഈശോയുടെ പ്രിയപ്പെട്ടവരായിരുന്നിരിക്കും ഈ 3 പേര്. പത്രോസ്, നമുക്കറിയാം, പത്രോസെ നീ പറയാവുന്നു, നിന്റെ പാറമേൽ ഞാൻ എൻ്റെ ഭവനം പണിയും. അതുപോലെ തന്നെ യോഹന്നാനും പ്രിയപ്പെട്ടതായിരുന്നു യാക്കോബ് ശ്ലീഹ. ഈ 3 പേരെ മാത്രം വിളിച്ചുകൊണ്ടാണ് ഈശോ പോയത്. അപ്പോൾ അതുപോലെ തന്നെ അവിടെ 3 പേരാണ് ഉണ്ടായിരുന്നത്. പത്രോസ് പറയുന്നു അവർ 3 പേരാണ് ഉണ്ടായിരുന്നത്: ഏലിയായും മോശയും യേശുവും. അപ്പോൾ ഏലിയായും മോശയും നമുക്കറിയാം ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ആൾക്കാരായിരുന്നു ഏലിയായും മോശയും. മോശയെ സംരക്ഷിച്ച വഴികൾ നമുക്ക് ഓരോരുത്തർക്കും അറിയാം. മോശയെ എങ്ങനെയാണ് സംരക്ഷിച്ചതെന്നും അതുപോലെ തന്നെ 40 വർഷക്കാലം ഇസ്രായേൽ ജനതയെ നയിച്ചപ്പോൾ ദൈവം നേരിട്ട് സംസാരിച്ച ആളാണ് മോശ. അതുപോലെ തന്നെ ഏലിയയുടെ 1 രാജാക്കന്മാർ 17-18 അധ്യായത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഏലിയായെ ദൈവം സംരക്ഷിക്കുന്നതും ദൈവത്തിൻ്റെ ആ സംരക്ഷണവും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ അത്രമാത്രം ഏലിയ സംരക്ഷിച്ച ഒരു വ്യക്തിയാണല്ലോ എന്നുള്ളത് നമ്മൾക്ക് തന്നെ തോന്നും. അപ്പം അത്രമാത്രം ദൈവത്തിൻ്റെ ഹിതം അന്വേഷിച്ച് ആരാഞ്ഞുകൊണ്ട് ദൈവഹിതം മാത്രം അന്വേഷിച്ച് ജീവിച്ച ആളാണ്, ദൈവത്തോട് സംസാരിച്ച് ജീവിച്ച ആളാണ് ഈ ഏലിയായും മോശയും. അപ്പോൾ ഇവർ യേശുവിൻ്റെ അടുത്ത് വന്ന് പ്രത്യക്ഷപ്പെടണമെങ്കിൽ അവർ സംസാരിച്ചുകൊണ്ട്, വചനം ഇപ്രകാരം പറയുന്നു, ഏലിയായും മോശയും പ്രത്യക്ഷപ്പെട്ട് യേശുവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പം ഞാൻ ചിന്തിച്ചു, എന്തായിരിക്കും ഇവർ ഈ സംസാരിച്ചത്, യേശുവിനോട് സംസാരിച്ചുകൊണ്ടിരുന്നത്? അപ്പം ഈശോയുടെ വരാനിരിക്കുന്ന ആ പീഡാനുഭവത്തെക്കുറിച്ചായിരിക്കും. വരാനിരിക്കുന്ന പീഡാനുഭവത്തിൽ എങ്ങനെ ഈശോയെ ശക്തിപ്പെടുത്തി ധൈര്യപ്പെടുത്താം എന്നുള്ളത് അവർ പറഞ്ഞ ദൈവത്തിൽ നിന്ന് ഈശോയ്ക്കറിയാം, ഏലിയായും മോശയും ഈശോയ്ക്കറിയാം. അപ്പം ആ ഒരു സ്നേഹബന്ധം, മോശ ഈശോ ഇവർ തമ്മിലുള്ള ഒരു സ്നേഹബന്ധത്തിൽ അപ്പോൾ അവർ വന്നുകൊണ്ട് ഈശോയെ ശക്തിപ്പെടുത്തുമായിരുന്നിരിക്കാം. ആ വരാൻ പോകുന്ന ആ പീഡാനുഭവം, ഈശോ സഹിക്കാൻ പോകുന്ന വേദനകളും പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അതിനെക്കുറിച്ചായിരിക്കാം അല്ലേ? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ, ഒന്ന് ധ്യാനിച്ച് നോക്കുമ്പോൾ അവരുടെ ആ ഒരു നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ആ ഒരു ആത്മമിത്രം എന്ന് വേണമെങ്കിൽ പറയാം അല്ല, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരായിരുന്നല്ലോ അവർ. അപ്പോൾ അതുപോലെ തന്നെ അല്ലെങ്കിൽ പറയാം നമ്മുടെ ആ ഒരു സഹോദരങ്ങൾ എന്ന് വേണേൽ നമ്മുടെ ഭാഷയെ പറയുമ്പോൾ പറയാം. അവർ വന്ന് ഈശോയെ ശക്തിപ്പെടുത്തുന്നു. കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും, നിനക്ക് വരാൻ പോകുന്ന പീഡാനുഭവവും കാര്യങ്ങളും നീ അത് ഏറ്റെടുക്കുന്നതും സഹിക്കുന്നതും ആ ഒരു റീഅഷുറൻസും ആ ഒരു എൻകറേജ്മെൻറ്റും ഒക്കെ കൊടുക്കുവാനായിട്ടായിരുന്നിരിക്കാം അവിടെ ഈശോയും ഏലിയായും പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വചനത്തിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഈ വചനത്തെ കൂടുതലൊന്ന് ധ്യാനിക്കാം. കൂടുതലായിട്ട് ഏലിയായെ സംരക്ഷിച്ച വഴികളൊന്ന് ധ്യാനത്തിലൂടെ നമുക്ക് കൊണ്ടുപോകാം. മോശയും ദൈവത്തിന് എത്രമാത്രം പ്രിയപ്പെട്ടവരാണ് എന്നുള്ളത്. അതുപോലെ തന്നെ പത്രോസ് പറയുന്നുണ്ട്, അവൻ എന്താണ് പറയേണ്ടതെന്ന് അറിയുന്നില്ല എന്ന്. പത്രോസ് ഇത്രയും നാൾ ഈശോയുടെ കൂടെ നടന്നെങ്കിലും പത്രോസിന് അറിയുന്നില്ല, അവർക്ക് തന്നെ അറിയത്തില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്താണ് നടക്കുന്നത്, എന്താണ് ഇതൊന്നും അവർക്കറിയത്തില്ല. പക്ഷേ നമ്മൾ ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ദൈവത്തെക്കുറിച്ച് അറിയാനായിട്ട് നമ്മുടെ ഈ വചനം പൂർണ്ണമായിട്ടും നമ്മുടെ മുന്നിലുണ്ട്. അപ്പം നമ്മൾ അറിവില്ലാത്തവരാകല്ല. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ യേശുവിനെക്കുറിച്ച്, നമ്മുടെ ദൈവത്തെക്കുറിച്ച്, നമ്മുടെ വചനത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയണം. ഈശോയെ ഒന്നും കൂടെ നമുക്ക് സ്നേഹിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ ഒരിക്കൽ കൂടെ ഈശോയെ ഒന്നും കൂടെ സ്നേഹിക്കാം എന്ന തീരുമാനം എടുത്തുകൊണ്ട്, ഈശോയെ നമുക്ക് കൂടുതലായിട്ട് അറിയാം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പ്രൈസ് ഗോഡ്.